ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിത് കൊടുവായൂർ പോവുകയാണ് കേട്ടോ. നമ്മളെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, മഴയൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് എന്താ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. നമ്മളെ പുറകിൽ ഇവിടെ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. എന്താ നിൽക്കുന്നു? അപ്പം നമുക്ക് പോവാലേ. ഇതാരാ അത്? ഹെൽമെറ്റ് മേടിച്ചു. അസിന് മണ്ട ഹെൽമെറ്റ് ഇപ്പോൾ നമ്മൾ ഇന്നും ലക്കിടി ഗേറ്റിൽ പോസ്റ്റായി. പിന്നെ പതിവാണ് എന്ന് വരുമ്പോൾ നമ്മളിവിടെ പോസ്റ്റായിട്ടിരിക്കണതുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിങ്ങനെ നമുക്ക് എന്നും പിന്നെ വ്ളോഗിലും ഷോർട്സിലേക്കൊക്കെ എന്നും പിന്നെ നമ്മളെ ലക്കിടി ഗേറ്റ് എന്നും ഉണ്ടാവും. രണ്ടാമത്തെ ട്രെയിന് എന്താ പോസ്റ്റില്ല, കട്ട പോസ്റ്റില്ല. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മളങ്ങനെ തിരുവില്ലാമല വഴിയാണ് വന്നത് കേട്ടോ. അപ്പുറത്തെ വഴി കൂടെ പോയി ഇതാകുമ്പോൾ വേഗം എളുപ്പത്തിൽ നമുക്ക് എത്താമല്ലോ എന്ന് പറഞ്ഞിട്ടേ. പിന്നെ തിരുവില്ലാമല അമ്പലം അതൊന്ന് ഇതിൽ ആഡ് ചെയ്യാമല്ലോ ബ്ലോഗിൽ. ഇതാണ് തിരുവില്ലാമല അമ്പലം ഗൈസ്. അപ്പോൾ ആ വഴി വരുമ്പോൾ എന്താണെന്ന് പറയുക, സൈലൻ്റായിട്ട് നല്ല രസമാണ് അവിടെ. അമ്പലവും കുളവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അതേപോലെ ഞങ്ങളിടയ്ക്ക് രാക്ഷസപ്പാറയിലൊക്കെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ. എൻ്റെ വ്ളോഗ് ഷോർട്സിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി തിരുവില്ലാമലയിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച്, പിന്നെ നമ്മളവിടെ അറിയുന്ന ചേച്ചിമാർ എപ്പോഴും അവിടെ നിന്ന് അടിക്കാറ്. ഭയങ്കര പരിചയം, നല്ല സ്വഭാവമാണ്. ഇനി അടുത്ത വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അസിനും കൂടി ഇങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ പോയി. എനിക്ക് പുതുനഗരം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊടുവായൂർ. അപ്പോൾ അവ ഏതായാലും ആ വഴിക്കല്ലേ പോകണം, അപ്പോൾ എന്നാൽ കൊടുവായൂരും പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ പുനർജനി. ഇതാണ്ടോ ആ വഴി എത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് സൂം ചെയ്തെടുത്താണ്. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പിന്നെ മഴ കാലം കൊണ്ട് എല്ലാവരുടെയും തോട് ഏതാ, പുഴ ഏതാ, പാട ഏതാ ഒന്നും അറിയില്ല, ഒരേപോലെ. പക്ഷെ നമ്മൾ പോണ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വെള്ളങ്ങൾക്കൊന്നും കുറവില്ല, എല്ലാവരുടെയും വെള്ളങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ ആ പോണ ടൈമിൽ നല്ല ക്ലൈമറ്റും എന്താ പറയുക, അടിപൊളിയായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ. നമ്മൾ ആ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറെ വൈബാണ്. പിന്നെ അസിനുണ്ടെങ്കിൽ പിന്നെ പാട്ട് വെക്കലുണ്ടാവില്ല, ഞങ്ങൾ രണ്ടുപേരും മതിയല്ലോ. അവിടെ എത്തുന്നവരെയും സംസാരിച്ചും കൊണ്ടേയിരിക്കും ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പിന്നെ ബോറടിക്കൂല. ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാട്ട് വെച്ചിട്ട് അടിപൊളിയിൽ ഇങ്ങനെ പോകും. എന്തായാലും വല്ല പച്ചപ്പട്ടി വിരിക്കുക പറയില്ല, അതേപോലെ നല്ല ഭംഗിയാ. പോണ വഴിക്ക് അടിപൊളിയാട്ടോ, നല്ല രസമായ സ്ഥലമാണ്. വീട്ടിലേക്ക് വന്നേക്കാണ് ഗൈസ്. ഹാജരാക്കൊക്കെ അതാ നാണം വന്നിരിക്കുന്നു കണ്ടോ. നല്ല സിനിമ ഷൂട്ടിംഗുകാരെ പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. എൻ്റെ ഫ്രണ്ട് ഹാജറ, പിന്നെ മോയിക്കാരുടെ കുടുംബമാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ, അവളുടെ വീടിൻ്റെ പുറകിൽ തന്നെ കുളം. നോക്ക് എന്ത് ഭംഗിയാണ് കാണാൻ, നോക്ക് നല്ല രസമുണ്ട് കാണാൻ. ഓഹോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നോക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോവാം അങ്ങോട്ട്. എന്ത് ഭംഗിയാണ് കാണാൻ, നോക്ക് സൂപ്പർ സ്ഥലം കേട്ടോ. ഹാജറ ദേഷ്യം വന്ന് ഓടി വന്ന് ചാടാ, ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താം ഭർത്താവിനായിട്ട്. ഞാനിപ്പോൾ ചാടും. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നുട്ടോ. വീടിൻ്റെ പുറകിൽ ഇത്രയും വലിയ കുളം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഹാജറാക്ക് കുളിക്കണത് ഇഷ്ടമൊന്നുമില്ല, പക്ഷെ കുളം കാരണം ഇടയ്ക്കൊന്ന് പോയി ചാടും. ഇത്ര കുളിക്കുന്ന ശീലമൊന്നുമില്ല. ഹാജറാനെ കാണിച്ചു തരാം കേട്ടോ. എന്താ പറയുക, അടിപൊളി സ്ഥലം കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്.
നല്ല ക്ലൈമറ്റ്, ഭാഗ്യം കൊണ്ട് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മഴ ഇല്ലാതെ നമ്മൾ ഇവിടേക്ക് എത്തി. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് കുളം? അസിൻ ചായ വേണം ഗൈസ്, ചായ. ആജറാന്റെ വീടിന്റെ അടുത്തൊരു കുളം ഉണ്ട്, ഞങ്ങൾ കുളം കാണാൻ പോവുകയാണ് കേട്ടോ. അതാ ഒരു ഭംഗി കാണാം ഗൈസ്, ചാടട്ടെ. നല്ല രസമുണ്ട് കാണാൻ. ഇനി മുന്നിൽ വന്ന് നിന്നോട്ടോ. ആജറാന്റെ വീട് അതാ കാണുന്നു. അപ്പം ആജറാക്ക് സുഖമായി, വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കാമല്ലോ. എല്ലാ പണി കഴിഞ്ഞാൽ കുളിക്കുകയും ചെയ്യുക, കളിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. ആജറാക്കാണെങ്കിൽ നാടൻ നിൽക്കണമില്ല. ആജറ തടിച്ചില്ല വിചാരിച്ചിട്ട് കല്യാണമൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അസിനൊരു കല്യാണം കൊണ്ടിരിക്കുക ആജറ കൊടുവായൂർ. കൊടുത്താലും ഗൈസ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും ആജറ. അത് ഓരോ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ആ കൊടുത്തൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്തായിരുന്നു പഠിപ്പ് വെച്ചിട്ട് ഭാഗങ്ങളും എല്ലാ വീട്ടിലും പേരൊക്കെ ഉണ്ടല്ലോ, പഴുത്ത് നിൽക്കുന്നു. മിക്കവാറും ഞാൻ കട്ടുകൂട്ടി. വീണ്ടും ഈ പള്ളിക്ക് വന്നു. നിങ്ങൾക്ക് അറിയായിരിക്കൂലേ എൻ്റെ മറ്റേ വീഡിയോയിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വന്നു.